ഒരവധിക്കാലത്തെ നട്ടുച്ച നേരം ഊണും കഴിഞ്ഞ് അലഞ്ഞു നടക്കുന്ന സമയത്ത് അവൻ അവിടേക്ക് കയറി ചെന്നു. നിറച്ചും കാട് പിടിച്ചൊരിടം. എന്തിൻ്റെയോ ബാക്കിപത്രം പോലെ തകർന്നു വീണ് കിടക്കുന്ന ഒരു കെട്ടിടം. ഉയർന്ന പുല്ലുകളും വള്ളികളും കൊണ്ട് മൂടിയിരുന്നു അത്. അവൻ അവിടെ മുഴുവനും കണ്ണോടിച്ചു. അതെന്താണെന്ന് അവന് മനസ്സിലായില്ല. കുറച്ചു നേരം അതിൻ്റെ ഉള്ളിലേക്ക് നടന്നപ്പോൾ അവന് ഒരു ഭയവും തോന്നി. അകലെ നിന്ന് അമ്മയുടെ ശബ്ദം അവൻ കേട്ടു. വേറെ ഒരിടവും നിനക്ക് കളിക്കാൻ കിട്ടിയില്ലേ എന്ന്. അവൻ ഉടനെ അവിടെ നിന്നും ഇറങ്ങി. അവൻ അമ്മയോട് ചോദിച്ചു, അവിടെ എന്താണ് അമ്മേ? അമ്മ പറഞ്ഞു, അത് പണ്ടെങ്ങോ തകർന്ന ഒരു അമ്പലത്തിൻ്റെ ശേഷിപ്പാണ്. ഉച്ചനേരത്തൊന്നും ആരും അങ്ങോട്ട് പോകാറില്ല. ഇനി നീ അങ്ങോട്ട് പോകരുത്. തൊട്ടടുത്ത ദിവസം അവൻ്റെ വസ്ത്രം അലക്കുമ്പോൾ അവൻ്റെ വസ്ത്രത്തിൽ നിന്നും അമ്മയ്ക്കൊരു നെറ്റിച്ചുട്ടി കിട്ടി. അതിനെക്കുറിച്ച് അവർ മകനോട് ചോദിച്ചപ്പോൾ അവനൊരു അലസഭാവത്തിൽ പറഞ്ഞു, അത് ആ അമ്പലത്തിൻ്റെ പരിസരത്തു നിന്നും കിട്ടിയതാണ്. അവർക്ക് എന്തെന്നില്ലാത്ത ഒരു ഭയം തോന്നി. അവർ ഉടനെ തന്നെ അത് അവിടെ തിരിച്ചു കൊണ്ടിടാൻ തീരുമാനിച്ചു. അതുമായി അവർ അങ്ങോട്ട് പോകുന്ന വഴി ഒരാൾ അവരെ കണ്ടു. ഈ സന്ധ്യ നേരത്ത് നിങ്ങൾ എങ്ങോട്ടാണ് ഈ പോകുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ മകന് അമ്പലത്തിൽ നിന്നും ഒരു നെറ്റിച്ചുട്ടി കിട്ടി. അതവിടെ തന്നെ കൊണ്ടുപോയി ഇടാമെന്ന് വിചാരിച്ചു. അയാൾ പറഞ്ഞു, ഇത് നിങ്ങൾ അമ്പലത്തിൽ ഇടണ്ട. അതിൻ്റെ അനന്തരാവകാശികളുടെ വീട് അതിനടുത്ത് തന്നെയാണുള്ളത്. അവിടെ എവിടെയെങ്കിലും ഏൽപ്പിക്കൂ. അതാണ് നല്ലത്. അതും നാളെ രാവിലെ ഏൽപ്പിച്ചാൽ മതി. അങ്ങനെ പിറ്റേന്ന് അവർ അവിടെ ഏൽപ്പിച്ചു. അതിനോടനുബന്ധിച്ച് അവിടെ ഒരു ജ്യോതിഷ പ്രവചനവും നടന്നു. അമ്പലം വീണ്ടും പുനർനിർമ്മിക്കണം. പക്ഷേ അതിനു വേണ്ട സാമ്പത്തികം അമ്പലത്തിൻ്റെ അനന്തരാവകാശികൾക്കൊന്നുമില്ലായിരുന്നു. അവർ നാട്ടുകാരുടെ സഹായത്തോടു കൂടി കാട് വെട്ടി വെളിച്ചം വെപ്പിച്ചു. പിന്നീട് ചെറിയൊരു മണ്ഡപം അവിടെ പണിതു.